ഹലോ ഗായ്സ്, എന്താ നിങ്ങൾ നോക്കുന്നത്? മിണ്ടായി കോഴി. ഈ കോഴി എന്താ കൂടിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് പോകാതെ. അപ്പോൾ ഗായ്സ്, ഞങ്ങളൊന്ന് പെരിന്തൽമണ്ണ പോവുകയാണ്. എൻ്റെ കുപ്പിയായിട്ട് പോകണം നോക്കാം ഒരാൾ. പുറത്തുനിന്നുള്ള വെള്ളം ചുമ്മാ ഞാൻ വേണമെന്ന് പറയും, അതുകൊണ്ട് എടുത്തതെന്ന് പറഞ്ഞ് നിൽക്കുവാണേ. ഇനി ഞാൻ എന്നെ കാണിക്കാം, ഒരു മിനിറ്റ്. ഹെൽമെറ്റ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പെരിന്തൽമണ്ണ പോവാണ് കേട്ടോ. എന്തിനാന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, തിങ്കളാഴ്ച എൻ്റെ 7 മാസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിന് എല്ലാറച്ചില്ലാതെ കുറച്ച് ഷോപ്പിങ് ഒന്ന് അടഞ്ഞടഞ്ഞ് പോകണം കേട്ടോ, ഈ വെട്ടടിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണാർക്കാട് പോയാൽ നല്ലത് കിട്ടുമെന്നൊരു ഡൗട്ട്. അപ്പോൾ പെരിന്തൽമണ്ണ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സ് എടുക്കാനാണ് മെയിനായിട്ടും പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ, ഞങ്ങളുടെ വിശേഷം നമുക്ക് കാണാം. ഓക്കെ. എന്താ ചിരിക്കുന്നത് നിങ്ങൾ? അയ്യോ, ഈ കയറ്റം കയറുമ്പോൾ ഞാൻ കുഴയും. ഇപ്പം ഇച്ചിരി നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടലും കിതപ്പുമാണ് ഗൈസ്. ഈ ഹെൽമെറ്റ് വെക്കുന്ന ആലോചിക്കുമ്പോൾ തന്നെ ഭ്രാന്ത് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണയാണ് കേട്ടോ പോണത്. മണ്ണാർക്കാട് പോയില്ല. ഇനി അഥവാ അവിടെ പോയിട്ട് എനിക്ക് പറ്റിയതൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പെരിന്തൽമണ്ണ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഷിനാജിനും എടുക്കുന്നത്. അതാണ് കൂടുതലും പെരിന്തൽമണ്ണ പോണത്. കാരണം ഷിനാജിന് മണ്ണാർക്കാട് നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ്. എൻ്റെ കസിൻസ് 3-4 പേരൊക്കെ ഈ ഒരു ഷോപ്പിൽ വന്ന് എടുത്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ തന്നെ പോകാമെന്ന്. അങ്ങനെ കുറച്ചധികം എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഡാർക്ക് കളറൊന്നും എടുക്കണ്ട, ലൈറ്റ് കളർ എടുത്താൽ മതിയെന്ന്. പക്ഷെ സത്യം പറയാമല്ലോ, ലൈറ്റ് കളർ 2-3 ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു മാച്ചിങ്ങും ഇല്ല ഫേസ്. ഈ ലൈറ്റ് കളർ എന്ന് ഉദ്ദേശിച്ചാൽ ഓഫ് വൈറ്റ് പിന്നെ വൈറ്റ്, അത് 2 വട്ടം ഞാൻ ഇട്ട് നോക്കിയത്. പക്ഷേ 2 ഇട്ടിട്ട് എനിക്കൊരു ഭംഗിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ട്രയൽ ചെയ്ത് നോക്കിയില്ല. പിന്നെ സ്കൈ ബ്ലൂ, പിങ്ക് ഒക്കെയാണുള്ളത്. സെയിം കളർ ഷർട്ടും കൂടെ ഷിനാജിന് കിട്ടണമല്ലോ, അപ്പം അതും കൂടെ ഞാൻ നോക്കണമല്ലോ. സ്കൈ ബ്ലൂ പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ചുരിദാറുണ്ട്. പിന്നെ പിങ്കൊക്കെ ആണെങ്കിലും ഷിനാജിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. എനിക്കറിയാം ഇതൊക്കെ ഭയങ്കര ഡാർക്ക് കളറാണ്. ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പ്രസവക്കൂട്ടലിന് കൊണ്ടുപോകുമ്പോൾ ലൈറ്റ് കളറാണ് അല്ലെങ്കിൽ വൈറ്റ് ആണ് ഇടേണ്ടതെന്നൊക്കെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. അങ്ങനെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയതിൽ എൻ്റെ കെട്ടിയവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ചുരിദാറാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ എടുത്തതും. വെറുതെ നിങ്ങൾക്ക് ഇനി ഞാൻ ഒരു സസ്പെൻസ് തരുന്നില്ല. ഒരു ചുരിദാർ എടുത്തതിലൊക്കെ എന്ത് സസ്പെൻസ് തരാനാണ്. ഇത് എടുത്തതിൽ കാര്യമുണ്ടോ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം എടുത്ത് അവിടെ നിന്ന് ബില്ലാക്കി ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഷിനാജിന് ഇഷ്ടപ്പെട്ട ചുരിദാർ അതാണെങ്കിലും എനിക്കിതാണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്ന് അങ്ങ് അറ്റെത്തി ഞാൻ. അപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം ഫുഡ് ഓർഡർ ചെയ്താൽ കിട്ടാൻ വേണ്ടി നല്ല സമയം എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ അവരോട് ഒരു ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ജ്യൂസ് ഇച്ചിരി സ്പീഡപ്പ് ആക്കി തരണേന്ന്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ വിശന്ന് വയറ് കാര്യമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ വയറ് വിശന്ന് നിൽക്കുമ്പോൾ. ജ്യൂസ് കിട്ടി, അതൊന്ന് കുടിച്ചപ്പോഴത്തേക്കാണ് കേട്ടോ കുറച്ച് ആശ്വാസമായത്. ഞാൻ മുന്തിരി ജ്യൂസും ഷിനാജ് മിൻറ്റ് ലൈമും ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മസാലയിലാണ് കേട്ടോ കയറിയത്. ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കയറിയത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരു 2-3 മിനിറ്റ് നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് പോലും കിട്ടിയത്. ഞാൻ ഇരുന്ന് കാര്യമായിട്ട് ആലോചിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് ഡാർക്ക് കളർ ഡ്രസ്സാണല്ലോ എടുത്തത്. അപ്പം ഞാനിങ്ങനെ ഉമ്മ ലൈറ്റ് കളർ എടുക്കാൻ പറഞ്ഞാൽ ഇനി അത് കൊണ്ട് മാറണം, ലൈറ്റ് കളറിൽ ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കുക കേട്ടോ. എനിക്ക് ഓഫ് വൈറ്റ് ഇഷ്ടമാണ് കളർ, പക്ഷെ എനിക്ക് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ മുഖത്തിന് ചേരുന്ന കളറല്ലേ എടുക്കേണ്ടത്. ഈ വൈറ്റും ഓഫ് വൈറ്റൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് കേട്ടോ. പക്ഷേ എനിക്കിട്ടത് ചേരാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ആ കളർ എടുത്തിട്ടും ഇല്ല, അങ്ങനെ നോക്കാറും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് പോയപ്പോഴാണ് ഞാനതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒട്ടും ചേരാത്ത കളറാണ്. പിന്നെ എന്തോ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചുരിദാർ അങ്ങനെ എടുത്തതാണ്. ശരിക്കും ചുരിദാർ എടുത്തിട്ട് ആ സെയിം കളർ ഷർട്ട് ഷിനാജിന് എടുത്താൽ നല്ല കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു മെയിനായിട്ട് എനിക്ക് മെയിനായിട്ടും എൻ്റെ ചുരിദാറിൻ്റെ സെയിം കളർ ഷിനാജിന് ഷർട്ട് കിട്ടണം, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ വമ്പൻ ട്വിസ്റ്റാണ് ഗൈസ് നടന്നത്. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. അപ്പോൾ എൻ്റെ മുന്തിരി ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷിനാജിൻ്റെ ലൈം എടുത്ത് കുറച്ച് അടിച്ച് മാറ്റി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ സ്ഥിരമുള്ള സ്വഭാവമാണ്. ഞങ്ങൾ 2 പേരും എപ്പോഴും 2 ഐറ്റം ആയിരിക്കും പറയുന്നത്. എന്നിട്ട് ഷിനാജ് വാങ്ങിയതായിരിക്കും ചിലപ്പോൾ ടേസ്റ്റ്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ ടേസ്റ്റ്. എനിക്ക് ആ ലൈം ഇഷ്ടപ്പെട്ടില്ല, ഷിനാജിനും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുന്തിരി ജ്യൂസ് ആദ്യം ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ വാങ്ങി കുടിക്കുവാണ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഇവരില്ലേ പ്ലേറ്റ് നമുക്ക് ഫുഡ് തരുന്നതിന് 1 മണിക്കൂർ മുമ്പേ കൊണ്ടുവെക്കും. എന്തിനാണ് അവർ പ്ലേറ്റ് കൊണ്ടുവച്ച് നമുക്ക് പ്രതീക്ഷ തരുന്നത്? പ്ലേറ്റ് നോക്കി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അത്രക്കും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്ന്. ഷിനാജ് ചിക്കൻ മധുഹൂത്താണ് കേട്ടോ പറഞ്ഞത്. പിന്നെ മറ്റേ ബീഫ് ചില്ലിയോ അതും പറഞ്ഞ്. ഞാനൊരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്.
എനിക്കറിയായിരുന്നു പ്രോൺസ് ബിരിയാണി വലിയൊരു ഇതൊന്നും കാണത്തില്ലായിരിക്കും, എന്നാലും എങ്ങനെയാണെന്ന് വാങ്ങി നോക്കാമല്ലോ എന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. മധുഹൂത്ത് കുറച്ച് ഒരു സ്പൂൺ തരാൻ പറഞ്ഞു ഷിനാജിനോട്, അത് ഞാൻ കഴിച്ച്. പക്ഷേ മധുഹൂത്തിന് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ, ഷിനാജിനും അങ്ങനെ വല്ലാണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബീഫ് ചില്ലി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ക്രിസ്പി ആയിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും മീൽസ് ആണല്ലോ കഴിക്കുന്നത്, അന്ന് എനിക്ക് മീൽസ് കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു, ബിരിയാണിക്കായിരുന്നു മൂഡ്. ചില സമയത്ത് അങ്ങനെയാണ്, മീൽസ് മതിയാവും, ചില സമയത്ത് ബിരിയാണി. എന്ത് ചെയ്യാനല്ലേ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മൂഡുകൾ ഇങ്ങനെ മാറി മാറി കളിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ വയറ് വന്നതുകൊണ്ട് എനിക്ക് ഒരു ഡ്രസ്സും ഫിറ്റ് ആവുന്നില്ല കേട്ടോ. അതായത് ഈ വയറിൻ്റെ ഭാഗത്താണ് ടൈറ്റ്, നമ്മളൊന്ന് ഇരിക്കുമ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞാലൊക്കെ കുറച്ച് നല്ലോണം ഫിറ്റായിട്ടിരിക്കും. ഈ ഒരു ചുരിദാറാണ് ഇപ്പോൾ എൻ്റെ കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്ന ഒരു ചുരിദാർ. അതുകൊണ്ടാണ് കേട്ടോ എവിടെ പോയാലും ഇപ്പോൾ ഈ ഒരു ചുരിദാർ ഇടുന്നത്. ഇനി 1-2 കോട്ടൻ്റെ ഡ്രസ്സ് കൂടെ ഓൺലൈനിൽ നോക്കണം. ബീഫ് കഴിക്കാത്ത ഞാനാണ് ആ ബീഫ് പിറക്കി കഴിക്കുന്നത്. ഞാൻ ബീഫ് കഴിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ഒരുമാതിരത്തെ ഒരു ചൊവയില്ലേ, അതുള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ല വേറെ ഒന്നുമില്ല. ചൊവയില്ലെങ്കിൽ ഞാൻ കഴിക്കും, അങ്ങനെ ഫസ്റ്റ് ഒരു പീസ് എടുത്ത് തിന്ന് നോക്കും, ആ ചൊവയില്ലെന്ന് കണ്ടാൽ ഞാൻ കഴിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബീഫും ഞാനിങ്ങനെ പറക്കി തിന്നുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ബിരിയാണി ഇതേ പ്ലേറ്റിലോട്ട് തട്ടി. ഇത് തട്ടുമ്പോൾ തന്നെ ഞാൻ ഷിനാജിനോട് പറയുന്നുണ്ട്, ഇത് എന്താ വെറും റൈസ് മാത്രമാണല്ലോ, ഇതിൽ മസാലയൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് പടിയിലായിരുന്നു കേട്ടോ അതിൻ്റെ മസാല. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടല്ല ഇട്ടിരിക്കുന്നത്, മസാലയിൽ വെറുതെ വേവിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പം ചെമ്മീനൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സത്യം പറയാമല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ അയലത്ത് പോലും എത്തിയില്ല എന്ന് തോന്നി ഞാനിത് കഴിക്കുമ്പം. അഹങ്കാരം പറയുമെന്ന് വിചാരിക്കരുത് ഗൈസ്, സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ നല്ല മസാലയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് മസാലയും കുറവായിരുന്നു, ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാലേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ഷിനാജിന് ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനിയിപ്പോൾ എൻ്റെ ആ ചുരിദാറിൻ്റെ സെയിം കളർ കിട്ടണമല്ലോ. സത്യം പറഞ്ഞാൽ ആ കളർ കിട്ടുമെന്നാണ് ഗൈസ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ എടുത്ത ചുരിദാർ എവിടെയാണ് ചെയ്താണ് ഞാൻ ഒന്നും കൂടി ഈ സ്ക്രീനിൽ ചെറുതായിട്ട് കൊടുക്കാം നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതേപ്പോൾ കണ്ടില്ല, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചുരിദാർ ആയതുകൊണ്ട് ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഷർട്ടാണ് നോക്കുന്നത്. സെയിം കളർ ആദ്യത്തെ കടയിൽ തന്നെ കയറിയപ്പോൾ കിട്ടി, പക്ഷേ സൈസ് ഭയങ്കര ചെറുത്. ഷിനാജിന് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കുമായിരുന്നു. കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ ഷർട്ടും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേനെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിൽ കയറി നോക്കിയിട്ടാ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഷിനാജിന് ഷർട്ട് നോക്കി ഞങ്ങൾ ഇത്രയും കടയിൽ അലയുന്നത്. ഒരു 10 കടയിൽ ഞങ്ങൾ മിനിമം കയറിയിട്ടുണ്ട് ആ ഒരു കളർ ഷർട്ട് നോക്കി, പക്ഷേ എവിടെ ഒന്നും കിട്ടാനില്ല. ലാസ്റ്റ് എനിക്കും ഷിനാജിനും ഭ്രാന്തായി. എന്നിട്ട് ഞാൻ ഷിനാജിനോട് പറഞ്ഞു, പിന്നെ ഇനി ചുരിദാർ കൊണ്ട് മാറിയിട്ട് വേറെ കളർ എടുക്കാം, എനിക്ക് എന്തായാലും സെയിം കളർ ഷർട്ട് വേണം, എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് എൻ്റെ നിർബന്ധമാണെന്ന് പറഞ്ഞ്. പെരിന്തൽമണ്ണ ഇനി കയറാൻ വേണ്ടിയിട്ട് ഒരു മെൻസറും ബാക്കിയില്ല കേട്ടോ. അത്രയ്ക്ക് ഞങ്ങളത് ഫാമിലിയിൽ വരെ കയറി നോക്കി. പക്ഷേ ഒന്നെങ്കിൽ കളർ ഉണ്ടെങ്കിൽ ഷിനാജിന് മെറ്റീരിയൽ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം. അങ്ങനെ പിന്നെ തിരിച്ചു പോയിട്ട് ഷിനാജിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചുരിദാർ തന്നെ എടുത്ത് ആദ്യത്തെ ഒരു കടയിൽ കയറിയതും സെയിം ഷർട്ട് തന്നെ കിട്ടുകയും ചെയ്ത് അവിടെ നിന്ന് കാര്യം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എത്ര കടയിലാണെന്നറിയാമോ മറ്റേ കളർ ഷർട്ട് നോക്കി ഞങ്ങൾ അലഞ്ഞത്. ഞാൻ തന്നെ ടയേർഡായി. അപ്പോൾ പാൻ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ടൈറ്റ് ഉണ്ടോയെന്ന് കേട്ടോ ഷിനാജ് നോക്കുന്നത്. ഷിനാജ് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു ആ ഒരു ഷർട്ട്. അങ്ങനെ പാൻറ്റ് കുറച്ച് അടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, അതായത് ലെങ്ത് കുറക്കാനുണ്ടായിരുന്നു ഷിനാജിൻ്റെ പാൻറ്റ്. അത് കൊടുത്തിട്ട് നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. എനിക്ക് കൊണ്ട് മാറ്റിയിട്ട് ആ ചുരിദാർ ഇഷ്ടപ്പെട്ടെങ്കിലും കുറച്ചുകൂടെ ലൈറ്റ് കളർ എടുക്കണം എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ മനസ്സ് ഫുൾ. അപ്പോൾ ഷിനാജിന് കുഴപ്പമില്ല, നിനക്ക് ആ ചുരിദാർ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, അത് തന്നെ മതി, ഇനി എന്തിനാ വെറുതെ വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ കൂളാക്കി. അപ്പോൾ ഗൈസ് നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ചുരിദാർ എങ്ങനെ ഉണ്ടെന്നും എനിക്ക് ഇട്ടിട്ട് ചേരുന്നുണ്ട്, ഇനി ഈ പരിപാടിക്ക് ലൈറ്റ് കളർ തന്നെ നിർബന്ധം ഉണ്ടാന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ചുരിദാറൊക്കെ എടുത്ത് ഷിനാജിൻ്റെ പാൻറ്റ് ഞങ്ങൾ അവിടെ അടിക്കാൻ കൊടുത്തിട്ട് എനിക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നിട്ട് എൻ്റെ ഫേസ് കണ്ടില്ല, ഞാൻ ആകെ ടയേർഡായി കേട്ടോ. നടന്ന് എൻ്റെ കാല് അത്രക്കും വേദന ഉണ്ടായിരുന്നു. വേഗം ചെരുപ്പ് എടുത്തിട്ട് പോകണമെന്നുള്ളൊരു മൈൻഡായിരുന്നു. കാലിൽ കുറച്ച് നീരും കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് സൈസ് ചെരുപ്പ് കിട്ടാമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടതിൽ 1-2 വലുതൊക്കെ എടുത്തിട്ട് നോക്കിയിട്ട് അവസാനം പിന്നെ ഒരെണ്ണം ഫിക്സ് ചെയ്ത്. ഒരുപാട് സമയം എടുത്തില്ല കേട്ടോ, കാരണം എനിക്ക് അത്രക്കും വയ്യാത്തതുകൊണ്ട് ഞാൻ വേഗം നോക്കിയെടുത്ത്. ഇതിലെൻ്റെ റൈറ്റിൽ കിടക്കുന്ന ചെരുപ്പുണ്ട് അതും, പിന്നെ താഴെ കിടക്കുന്ന ഒരു മെറൂൺ ചെരുപ്പുണ്ട് അതുമാണ് കേട്ടോ എടുത്തത്. 2 എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എഴുതി വെച്ചേക്കുന്ന ഈ ഒരു നോട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് തോന്നി. ഇവിടെ കയറി എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കയറിയതാട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു പ്രിപ്പറേഷനിൽ വരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് കുഞ്ഞിന് ഏത് സോപ്പ് ലോഷൻ പൗഡർ യൂസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് പറഞ്ഞായിരുന്നു ജസ്റ്റ് നോക്കി വെക്കാൻ വന്നേന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാർ നല്ല രീതിയിലാണ് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടാ. അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായി. പിന്നെ ഫോൺ എടുക്കാനും വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമൊന്നും എനിക്കില്ലായിരുന്നു, വണ്ടിയുടെ ഡിക്കിയിലിട്ടിരിക്കുമായിരുന്നു ഫോൺ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്കറിയാം ലെങ്ത് ഇല്ല, ചെറിയ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.